ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്ക് കുറച്ച് തെരളി ഇല കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാനൊരു കുമ്പിളപ്പം ഉണ്ടാക്കാമേ. അപ്പോൾ ആ കുമ്പിളപ്പത്തിന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് തന്നെ നമുക്ക് വേണ്ടത് ഇലയാണ് അല്ലേ. ഈ വയന ഇല എന്ന് പറയും, തെരളി ഇല എന്ന് പറയും, വയന ഇല എന്ന് പറയും. അപ്പോൾ നമ്മൾ വയന ഇല എന്നാണ് കൂടുതലും രണ്ടും പറയും. അപ്പം നമുക്ക് ആദ്യം വേണ്ടത്, മെയിനായിട്ട് വേണ്ടത് നമുക്ക് വയനയില. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് അരിപ്പൊടി. അപ്പം നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന പോലത്തെ അരിപ്പൊടി ഞാനൊരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര അതുപോലെ തന്നെ ഞാനൊരു 400 ഗ്രാം എടുത്തിട്ടുണ്ട് ശർക്കര. പിന്നെ നമുക്ക് വേണ്ടത് പഴമാണ്. പാളയംതടം പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് രസകദളി എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ പാളയംതടം ഉള്ളതുകൊണ്ട് ഞാൻ പാളയംതടം പഴം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ വേണം. ഞാൻ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, മെയിനായിട്ട് വേറെ സംഭവം കൂടി വേണം. നമുക്ക് ഈർക്കിൽ വേണം. ഈർക്കിൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ കൊരുത്ത് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അത് വേണം. പിന്നെ നമുക്ക് നെയ്യും കൂടി വേണം, ഏലക്കാപ്പൊടിയും വേണം. നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട്. നെയ്യ് നമുക്ക് കുറച്ച്, ഏലക്കാപ്പൊടി. പിന്നെ ഇതിൽ വെള്ളമോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ കുഴയ്ക്കാനായിട്ട്. നമ്മൾ ഈ പഴത്തിൻ്റെ ഈ ശർക്കരയും തേങ്ങയും അരിയും കൂടിയിട്ട് നല്ലപോലെ നമ്മൾ ഞാൻപിടി എടുക്കാം. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഇത് കുഴയ്ക്കുകയാണേ. നമുക്ക് കൈ കൊണ്ടേ കുഴയ്ക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടി നല്ലപോലെ ഒന്നുകൂടി കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഞാനൊരു 4 പാളയംതടം പഴം എടുത്തു. പിന്നെ ഒരു 400 ഗ്രാം ശർക്കര, 1/2 കിലോ അരിപ്പൊടി, പിന്നെ നെയ്യ്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇലയിൽ, അതായത് വയന ഇലയിൽ നമുക്ക് കുമ്പിള് കുത്തി ഓരോന്നായിട്ടെടുത്ത് വയ്ക്കാം. ഇത് മാല പോലെ കൊരുത്ത് വയ്ക്കും. അതെനിക്ക് അത്ര പോരാ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് തന്നെ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് പോകാം. ഇതുപോലെ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ആറ്റുകാൽ പൊങ്കാലയാകുമ്പോൾ അമ്മയ്ക്ക് ഇത് എല്ലാവരും നേർച്ചയായിട്ടൊക്കെ ചെയ്ത് സമർപ്പിക്കാറുണ്ട്. തെരളി, മണ്ടപ്പുറ്റ്, തെരളി എല്ലാം. അപ്പം ഞാനിത് ചെയ്ത് വെച്ച് ഇത് ഓരോന്നായിട്ട് ചെയ്ത് ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടയിലാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാം. ഈ ഇല നല്ലപോലെ കഴുകണം കേട്ടോ. അത് ചിലന്തി വിലയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇല നല്ലപോലെ കഴുകി എടുക്കണം. എന്നിട്ട് വേണം ചെയ്യാൻ. ഇതുപോലെ നമുക്ക് ഫുള്ള് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കുമ്പിളപ്പവും എല്ലാം ഇതേപോലെ ആക്കി വച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 45 മിനിറ്റെങ്കിലും വേണം ഇതൊന്ന് വെന്ത് വരാനായിട്ട്. അടുപ്പിൽ വെച്ച് 45 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങാം. അപ്പോൾ നമുക്കിത് അടുപ്പിൽ കൊണ്ടുപോയി വയ്ക്കാം. ഇതുപോലെ എല്ലാം. എന്താണ് കുമ്പിളപ്പം, ഇതിനെ കൂട്ടുന്നതുകൊണ്ടാണ് കുമ്പിളപ്പം എന്ന് പറയുന്നത്. എല്ലാം ശരിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. അപ്പോൾ ഇഡ്ഡലി ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ഇരുന്ന് 45 മിനിറ്റ്സെങ്കിലും വേണം. അപ്പോൾ കുമ്പളത്തപ്പം ഏകദേശം വെന്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല മണമാണ് ഇലയുടെ. ആ ഒരു മണമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എന്തായാലും ഒരെണ്ണെടുത്ത് നോക്കാം, എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുമ്പളത്തപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്ത് ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കി. നല്ല മധുരമൊക്കെ കറക്റ്റാവുണ്ട്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണുന്നവരേക്കും ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ. ഓക്കെ, സീ യു.